പുതുതായിട്ട് ഫോർ വീൽ എടുത്ത് തുടങ്ങുന്നവർക്ക് അറിയാത്തൊരു ഡൗട്ടാണ്, പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് റേഡിയേറ്റർ ടാങ്കിനകത്തുള്ള വെള്ളം, അതായത് ഇത് ഫുൾ ടാങ്ക് ആക്കണോ അതോ എത്രത്തോളം ഇതിൻ്റെ അളവ് എന്നുള്ളത്. ശരിക്കും അറിയാത്തവർ എന്ത് ചെയ്യും, ഇത് ഫുള്ളായിട്ട് ടാങ്ക് ഫില്ലാക്കിയിടും, അതായത് മുകളിലൊപ്പം വെള്ളം നിറച്ചിടും. ശരിക്കും ഒരിക്കലും നിങ്ങൾ വാഹനത്തിനകത്തിൻ്റെ റേഡിയേറ്റർ ടാങ്കിനകത്ത് ഒരിക്കലും ഫുള്ളായിട്ട് വെള്ളം നിൽക്കരുത്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു റേഡിയേറ്റർ ടാങ്കും ഈ ഒരു റിസർവ് ടാങ്കും തമ്മിൽ റൊട്ടേഷൻ ചെയ്യാനുള്ളതാണ്. അതായത് ഈ റേഡിയേറ്റർ ടാങ്കിലെ വെള്ളം ഈ ഒരു റിസർവ് ടാങ്കിലേക്ക് വരും, അവിടുന്ന് ഇങ്ങോട്ട് ഇൻടേക്ക് എടുക്കും. അങ്ങനെയുള്ളൊരു റൊട്ടേഷൻ പ്രോസസ്സ് നടക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നിങ്ങൾ കുറച്ച് സ്പേസ് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ടാങ്കിനകത്ത് ഓൾറെഡി ഫുൾ എന്നുള്ളൊരു സിഗ്നൽ ഒരു മാർക്കിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫുൾ എന്നുള്ള ആ ഒരു മാർക്കിംഗ് വരെ മാത്രം നിങ്ങൾ എഫ് എന്നുള്ള സിമ്പിളിൻ്റെ അതുവരെ മാത്രം നിങ്ങൾ വെള്ളം നിറച്ചാൽ മതി. ബാക്കിയുള്ള ഭാഗം നിങ്ങൾ സ്പേസ് കാലിയാക്കി ഇടണം. കാരണം എന്നാലേ ഈ ഒരു റൊട്ടേഷൻ പ്രോസസ്സ് ഇതിനകത്ത് നടക്കുള്ളൂ. അപ്പോൾ പുതുതായിട്ട് വാഹനം എടുത്ത് തുടങ്ങുന്നവർക്ക്, ഫോർ വീൽ വാഹനങ്ങളൊക്കെ എടുത്ത് തുടങ്ങുന്നവർക്ക് അറിയാത്തൊരു കാര്യമാണ്. പലരും എന്നോട് സംശയം ചോദിക്കലുണ്ട്, ഇത് ഫുള്ളാക്കണ്ടേ എന്നൊരു സംശയം ചോദിക്കലുണ്ട്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ്. ഒരു 90% ആൾക്കും അറിയുന്ന കേസാണെങ്കിൽ പോലും 10% ആൾക്കാർ അറിയാത്തവരുണ്ട്. അവർക്ക് വേണ്ടിയുള്ള ഇൻഫോർമേഷനാണ്. ഒരു കിടിലം ആൾട്ടോ ഓഫർ പ്രൈസിൽ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് 2022 മോഡലിൽ നിൽക്കുന്നത് ആൾട്ടോ LXi ഓപ്ഷൻ എന്നൊരു വാഹനം നമ്മുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ചെറിയ ബഡ്ജറ്റ് വാഹനങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവർക്ക്, സാധാരണക്കാർക്ക് പറ്റിയുള്ള ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു വാഹനം 81 രജിസ്ട്രേഷനിൽ നിൽക്കുന്ന 2022 മോഡൽ LXi ഓപ്ഷനൽ എന്ന സിംഗിൾ ഓണർഷിപ്പിൽ 40,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന പ്രോപ്പർ സർവീസ് കാര്യങ്ങൾ എല്ലാം പോയിട്ടുള്ള വാഹനം. LXi ഓപ്ഷനിൽ എന്തൊക്കെയാണ് വെറൈറ്റി ഐറ്റംസ് എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ ചെറിയ LXiനേക്കാൾ ചെറിയ ഫീച്ചേഴ്സിൽ ചെറിയ മാറ്റങ്ങളാണ് ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. ഒന്നാമത്തെ മാറ്റം, ഏറ്റവും വലിയ ചേഞ്ച് എന്ന് വെച്ചാൽ സാധാരണ LXi എന്നുള്ള വരുന്നത് പഴയ മാരുതി 800 യൂസ് ചെയ്തിട്ടുള്ള മിററാണ് ഉണ്ടായിരുന്നത്. LXi ഓപ്ഷനിൽ സാധാരണ ഇതിൽ ആൾട്ടോ കേട്ടനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്ന മിററാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. പിന്നെ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട്. LXi ആണെങ്കിൽ സിംഗിൾ എയർ ബാഗ് ഉള്ളൂ. LXi ഓപ്ഷനിൽ ഡുവൽ എയർ ബാഗ് വന്നിട്ടുണ്ട്. പിന്നെ ബാക്ക് പ്രൊഫൈൽ ഈ ഒരു വാഹനത്തിനകത്ത് സ്പോയിലർ വരുന്നുണ്ട്. ശരിക്കും VXiയിലൊക്കെ പണ്ട് സ്പോയിലർ കൊടുത്തിരുന്നു. ഇനി ഇത് കമ്പനി കൊടുത്തതാണോ അഡീഷണൽ ആക്സറീസ് ആയിട്ട് കൊടുത്തതാണെന്നുള്ള അറിയില്ല. അങ്ങനെ ചെറിയ വ്യത്യാസങ്ങളാണ് ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. പിന്നെ സാധാരണ കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം ഇതിനകത്ത് വരാറുണ്ട്. പക്ഷേ ഈ ഒരു വാഹനത്തിനകത്ത് ചെറിയ ഡിസ്പ്ലേ ഇതിനകത്ത് അഡീഷണലി ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഒക്കെ ഒരു വരുന്ന ഒരു ഡിസ്പ്ലേ, പൈനിയറിൻ്റെ ഒരു ഡിസ്പ്ലേ അതിനകത്ത് കമ്പനി സ്റ്റീരിയോ മാറ്റിയതിന് ശേഷം ഒരു ഡിസ്പ്ലേ ഇതിനകത്ത് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ചെറിയ ഫീച്ചേഴ്സുള്ള വ്യത്യാസങ്ങളാണ് LXi ഓപ്ഷനിനകത്ത് ആഡ് ഓൺ ചെയ്തിട്ട് വരാറ്. പിന്നെ ഈ ഒരു വാഹനത്തിനകത്ത് സെൻട്രൽ ലോക്കിംഗ് വന്നിട്ടുണ്ട്, സീറ്റ് കവർ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു വാഹനത്തിന് എന്തൊക്കെയാണോ ബേസിക്കലി വന്നിട്ട് ഫീച്ചേഴ്സ് അതെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് കമ്പനിന് ഇൻബിൽഡ് കൊടുത്തിട്ടുണ്ട്. പ്ലസ് അഡീഷണലി ആക്സറീസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പെട്രോൾ ഒരു 18 to 20, 21 വരെ നമുക്ക് മൈലേജ് ലഭിക്കുന്ന, മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം താരതമ്യേന കുറഞ്ഞിട്ടുള്ള ഒരു വാഹനം കൂടിയാണ് ആൾട്ടോ ആയിട്ടുണ്ടെന്ന വാഹനം. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ 4 ടയർസും ഒരു ആവറേജ് ടയർസിൽ നിൽക്കുന്നു. ഒരു ഡോർ റീപ്ലേസ് ഉണ്ടെന്ന് മാത്രമേ നെഗറ്റീവായിട്ട് ഈ ഒരു വാഹനത്തിന് പറയാനുള്ളൂ. വേറെ കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഈ ഒരു വാഹനം സ്വന്തമാകാം 3,55,000 രൂപക്ക്. 3,55,000 നിങ്ങൾക്ക് 3 ലക്ഷം വരെ അല്ലെങ്കിൽ 3,20,000 വരെ ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണിത്. അതും 5 വർഷത്തെ മാസക്കാലയോടുകൂടി. ഇനി ഇത്രയൊന്നും ബഡ്ജറ്റില്ല, ഈ ഒരു ബഡ്ജറ്റിലൊന്നും നിങ്ങൾക്ക് താങ്ങില്ല. സാധാരണ ഇതിൽ ഒരു ഫോർ വീലർ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം, അല്ലെങ്കിൽ 2 വീലറിന് എങ്ങനെയെങ്കിലും അപ്ഗ്രേഡേഷൻ ചെയ്യണം എന്നുള്ളവർക്ക് പറ്റിയിട്ടുള്ള ഒരു ചെറിയ ബഡ്ജറ്റിൽ നിന്ന് ലോ ബഡ്ജറ്റിൽ നിൽക്കുന്ന ഒരു വാഗണർ നമ്മൾ സ്റ്റോക്ക് വന്നിട്ട് പഴയ മോഡൽ 2005 മോഡലിൽ നിൽക്കുന്ന LX എന്ന പേരിൽ നിൽക്കുന്ന AC കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹൈറ്റും വെയിറ്റൊക്കെ ഉള്ള ആൾക്ക് കൈയും കാലൊക്കെ നീട്ടി വെച്ചിരുന്ന് യാത്ര ചെയ്യാൻ പറ്റിയുള്ള പഴയ കാല രാജ KL10V രജിസ്ട്രേഷനിൽ നിന്ന് മലപ്പുറം രജിസ്ട്രേഷനിൽ നിൽക്കുന്ന LX എന്ന വാഗണർ, മാരുതിയുടെ വാഗണർ എന്ന വാഹനം. ഈ ഒരു വാഹനം സ്വന്തമാക്കാം വെറും 58,000 രൂപക്ക്. ചെറിയ ബഡ്ജറ്റ് 2 വീലറിൻ്റെ പൈസക്ക് ഒരു 4 വീൽ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയിട്ടുള്ള ഒരു വാഹനം. അപ്പോൾ ഈ 2 വാഹനങ്ങളും കാർലൽ ബൈ ടു ചൂസിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ്. വാഹനങ്ങളുടെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ മാക്സിമം ഷെയർ ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക.